ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല. ഇനി പഠിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻസ് ഒക്കെ കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത് ഹിന്ദി ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി നമുക്ക് ലാസ്റ്റ് കുറച്ച് എങ്ങനെയെങ്കിലും വൃത്തിക്ക് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന സബ്ജക്റ്റാണ്. സയൻസും മാത്സും പോലെയല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എല്ലാത്തിനും ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഇത് ഹിന്ദി ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിന്ദിയിൽ നമ്മളിപ്പോൾ ഇതുവരൊന്നും പഠിച്ച് തുടങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ലൈവ് ക്ലാസ്, അതായത് ഏതെങ്കിലും ഒരു ക്ലാസ് ഒന്നിക്ക് നമുക്ക് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏത് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് ചാനലിലാണ് മനസ്സിലാവുന്നത് അവരെ ലൈവ് എടുത്ത് കാണും. അത് ഒരു 2x 1.5x ഇട്ട് കാണും. കാരണം നമുക്ക് സമയം കുറവാണ്. സോ ആ ഒരു ക്ലാസ് മൊത്തം കണ്ടു തീർക്കും. അപ്പോൾ പിന്നെ നമുക്ക് പാതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും തലയിൽ. അവർ പറഞ്ഞതെങ്കിലും കേട്ട് ഓർമ്മയുണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ഇരുന്ന് വായിക്കുക. ഫുൾ വായിക്കാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ നോട്ട്സ് തന്നിട്ടുണ്ടാവില്ല, അതൊക്കെ ഒന്ന് സമറൈസ് ചെയ്ത് വായിച്ച് പോവാം. പിന്നെ നല്ലപോലെ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹിന്ദിയുടെ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് അത്രയും ഒരു പെട്ടുപോയ അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് പോയി കാണുക. എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.